വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ ഒടുവിൽ ഉണർന്നെണീറ്റ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് MRI മെഷീൻ വാങ്ങാൻ ഭരണാനുമതി നൽകിയിരിക്കുകയാണ്. 2024 ജൂലൈയിൽ എടുത്ത തീരുമാനം ഇപ്പോഴാണ് നടപ്പിലാക്കുന്നത്. അതും 2 കോടി അധിക ചെലവിലാണ് ഇപ്പോൾ തീരുമാനം നടപ്പിലാക്കുന്നതെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പുതിയ മെഷീൻ വാങ്ങുന്നത് 8,15,00,000 രൂപ നൽകിയാണ്. യൂറോളജി വിഭാഗത്തിലേക്ക് ESWL മെഷീൻ വാങ്ങാനും ഭരണാനുമതി നൽകിയിരിക്കുകയാണ്. ഫസ്റ്റ് ഓൺ ജനം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒടുവിൽ നടപടിയെടുത്തു, പക്ഷെ അവിടെയും ഖജനാവിന് നഷ്ടം. തീർച്ചയായും ശ്യാം, അത് തന്നെയാണ്. ഒടുവിൽ നടപടിയെടുത്തിരിക്കുകയാണ്. നടപടിയെടുക്കുമ്പോഴും ഖജനാവിന് നഷ്ടം വരുന്നൊരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ജൂലൈയിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമെടുക്കുമ്പോൾ 6 കോടി രൂപയാണ് ഇതിന് മെഷീൻ വാങ്ങാനുള്ളത്. അതായത് മെഡിക്കൽ കോളേജിലെ MRI മെഷീൻ വാങ്ങാൻ ഭരണാനുമതി നൽകിയത് 6 കോടി രൂപയാണെങ്കിൽ നിലവിൽ തീരുമാനമായി വരുമ്പോൾ അത് 2 കോടിയിലധികം രൂപ അധികം ചെലവാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലും അതിനോടൊപ്പം നടന്ന സംഭവവികാസങ്ങളും ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായതെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ അന്ന് ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് പറയുന്നത്, ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നത് മിഷൻ അടക്കമുള്ളതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ അതിനുശേഷം പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി എന്ന നിലയിലേക്ക് ആരോഗ്യവകുപ്പ് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ MRI മെഷീൻ വാങ്ങാനാണ് നിലവിൽ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. 8.15 കോടി, അതായത് 8,15,00,000 രൂപ ചെലവാക്കിയാണ് ആ മിഷൻ വാങ്ങാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അത് മാറ്റി സ്ഥാപിക്കാൻ, കാരണം കുറച്ചു കാലമായിട്ട് ഈ MRI മിഷൻ കേടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവർത്തനക്ഷമമല്ലായിരുന്നു. ആ പ്രവർത്തനക്ഷമമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലാണ് പിന്നീട് മാറ്റി സ്ഥാപിക്കുവാനുള്ള നീക്കം നടക്കുന്നത്. ആ സമയത്താണ്, അതായത് ജൂലൈ മാസത്തിലാണ് ഈ 2024 ജൂലൈയിലാണ് ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നത്. എന്നാൽ അന്ന് ആണ് ഈ 6 കോടി രൂപ ഈ മെഷീൻ മാറ്റി സ്ഥാപിക്കുന്നതിനാകുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഈ 2 കൊല്ലത്തിന് ശേഷം, അതായത് 24-25 എത്തുമ്പോൾ 2 കോടിക്കടുത്ത് അധികം ചിലവാക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ യൂറോളജി വിഭാഗത്തിലെ ESWL മെഷീൻ വാങ്ങാനും ഭരണാനുമതിയായിരിക്കുന്നു. 13 വർഷം പഴക്കമുള്ള ഉപകരണം, അത് മാറ്റി സ്ഥാപിക്കുന്നത് 2 കോടി രൂപ ചെലവിൽ മാറ്റി സ്ഥാപിക്കാനുമാണ് നിലവിൽ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം ഈ വിഷയത്തിൽ, അതായത് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർക്ക് തന്നെ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉപകരണക്ഷമം മൂലം ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഈ ഒരു തുറന്നു പറച്ചിലിന് പിന്നാലെ ചെറുതൊന്നുമല്ല ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. സൈബർ ആക്രമണം, അങ്ങനെ എന്തെല്ലാം രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം അത് കൃത്യമായി തന്നെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. അധിക തുക ഖജനാവിൽ നിന്ന് എടുക്കേണ്ടി വന്നെങ്കിൽ പോലും പറഞ്ഞത് സത്യമാണെന്ന് വരികയാണ്. ശ്യാം, തീർച്ചയായും ഹാരിസ് ചിറക്കൽ പറഞ്ഞത് സത്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിനെ മാധ്യമങ്ങളും പൊതുസമൂഹവും മാത്രമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നത്. എങ്കിൽ പോലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലടക്കം ചികിത്സ നേടുന്ന സാഹചര്യത്തിലൊക്കെ ഒരു ഡോക്ടറെ എത്തിച്ചത് ഈ ഉപകരണക്ഷമമായിരുന്നു. ആ ഉപകരണക്ഷമത്തിന്റെ പേരിൽ അത് തുറന്നു പറഞ്ഞു എന്നൊരു കാരണം കൊണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുകയും മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തതെല്ലാം ഇതിലായിരുന്നു. എന്തായാലും ആ ഒരു തുറന്നു പറച്ചിൽ ആ ഒരു പുതിയ വഴിത്തിരിവിലേക്ക്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഈ ഉപകരണങ്ങൾ വാങ്ങുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. MRI മെഷീൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിലെ ഒരു ഭരണ അനുമതി എന്ന് പറയുന്നത്. അങ്ങനെ 2 മെഷീൻ ആണ് നിലവിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 8.15 കോടി ചിലവാക്കിയാണ്, അതായത് 8,15,00,000 രൂപ ചിലവാക്കിയാണ് MRI മെഷീൻ വാങ്ങുന്നത്. ആ മെഷീൻ 2024 ജൂലൈയിൽ ഇത് വാങ്ങാൻ, ഈ മെഷീൻ വാങ്ങണമെന്നത് അടക്കം, അതായത് 15 വർഷം പഴക്കമുള്ള മെഷീനാണ്. അത് മാറ്റണം, ഉപകരണം കാര്യക്ഷമമല്ല എന്നതടക്കമുള്ളവ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും പിന്നീട് നടന്നില്ല. ആ നടക്കാതെ വന്ന് അതിനുശേഷം ഇപ്പോൾ നിലവിലെ ഈ നടപ്പ് വർഷമാണ് 8 കോടി ചിലവാക്കിക്കൊണ്ട്, അതായത് 8 കോടിയിലധികം രൂപ ചിലവാക്കിക്കൊണ്ടാണ് അത് പിന്നീട് വാങ്ങേണ്ട നിലയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് 13 വർഷം പഴക്കമുള്ള ഉപകരണം, അതായത് ESW ഉപകരണം, അത് യൂറോളജി വിഭാഗത്തിലുള്ളതാണ്. അത് 2 കോടി രൂപ ചെലവഴിച്ച് വാങ്ങാനാണ് തീരുമാനം കഴിക്കുന്നത്. വലിയ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ് ഈ ഉപകരണക്ഷമവുമായി ബന്ധപ്പെട്ട്. അതിലൊരു
ഒരു നടപടി എന്ന നിലയിൽ ഇപ്പോൾ വൈകിയ സമയത്താണെങ്കിൽ പോലും ആരോഗ്യ വകുപ്പ് തന്നെ സർക്കാർ എടുത്തു എന്നതാണ് ഇപ്പോൾ ഈ പറയേണ്ടത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. ശ്യാം. യെസ്, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.